വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. 5th എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ 6th ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മൾ പാർട്ട് സിയിൽ പ്രതീക്ഷിക്കുന്ന 4 SI ചോദ്യങ്ങൾ 2 എഴുതിയാൽ മതി. അപ്പോൾ മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളൊരു ചോദ്യമാണ് RBIയുടെ ഫങ്ഷൻസ്. നിർബന്ധമായും നോക്കുക. എക്സ്പ്ലെയിൻ RBIയുടെ ഫങ്ഷൻസ് ആണ്. RBI വിത്ത് ഇറ്റ്സ് ഫങ്ഷൻസ് ആൻഡ് റൂൾസ്. അപ്പോൾ RBIയുടെ ഫങ്ഷൻസും അതിൻ്റെ റൂൾസും ആണ് നമുക്ക് ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ. രണ്ടാമത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് ഫിനാൻഷ്യൽ സിസ്റ്റം, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ പറ്റിയിട്ട്. റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം നിർബന്ധമായും നോക്കണം. ആൻഡ് അത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യണം കേട്ടോ. ഫിനാൻഷ്യൽ സിസ്റ്റം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സിഗ്നിഫിക്കൻസും നോക്കി വയ്ക്കണം കേട്ടോ. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സിഗ്നിഫിക്കൻസും നോക്കി വയ്ക്കണം. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ദ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസും ആണ് നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മണി മാർക്കറ്റ്. സോ അതും നോക്കിയിരിക്കണം. എക്സ്പ്ലെയിൻ ദ ഇന്ത്യൻ മണി മാർക്കറ്റ്. നിർബന്ധമായും പഠിക്കുക. അതിൻ്റെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ആൻഡ് സ്റ്റേറ്റ് ദ ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്, അതും കൂടി നോക്കണം. ആൻഡ് സ്റ്റേറ്റ് the defects of Indian money market. ഓക്കെ, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നപ്പോൾ. മണി മാർക്കറ്റ് റിപ്പീറ്റ് ആണ് കേട്ടോ. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, അതിൻ്റെ ഡിഫക്ട്സ് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ, നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ടിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം. മ്യൂച്വൽ ഫണ്ട്സ് എന്താണ്, ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാറുണ്ട്. മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട്സ് പൂൾ മണി ഫ്രം ഇൻവെസ്റ്റേഴ്സ്. അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഡിഫക്ട്സും. ഇതിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ഡിഫക്ട്സ്. മ്യൂച്വൽ ഫണ്ട്സ് പൂൾ മണി ഫ്രം ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഡിഫക്ട്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ നിർബന്ധമായും നോക്കുക. ഇനി മറ്റൊരു ചോദ്യം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ഏരിയ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നിർബന്ധമായും നോക്കുക. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്, അതിൻ്റെ എക്സ്പ്ലെയിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് വിത്ത്
their functions and services. Functions and services നിർബന്ധമായി നോക്കണം. അതാണ് മറ്റൊരു സജഷൻ നൽകാനുള്ള. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റിയിട്ടും ചോദിക്കാറുണ്ട്. പിന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ, അത് മറ്റൊരു ഏരിയ. പ്രൈമറി മാർക്കറ്റ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ്, പിന്നെ NBFC, ഈ 2-3 ഏരിയ അതിനെയും കൂടിയും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആ ഒരു ചോദ്യത്തിലോട്ട് കിടക്കാം. റീസൺസ് for the poor performance of primary market in India. ഓക്കെ, അതാണ് മറ്റൊരു സജഷൻ നൽകാനുള്ള. ഇനി നെക്സ്റ്റ് NBFCനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വാട്ട് ഈസ് എ നോൺ ബാങ്കിങ് കമ്പനി? Explain the services rendered by NBFCs. Explain the services rendered by NBFCs. ഓക്കെ, ലാസ്റ്റ് ഒരു സജഷൻ കൂടി നൽകാനുള്ളത്. an efficient capital market is essential prerequisite for the economic development of a country, especially in India. അതിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ഡിഫക്ട്സ്. അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം RBI പറഞ്ഞു, RBIയുടെ ഫങ്ഷൻസ്, റോൾസ്, പിന്നെ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്. പിന്നെ മണി മാർക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലെയിൻ ദ ഇന്ത്യൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് ദ ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ മ്യൂച്വൽ ഫണ്ട്സ് പൂൾ മണി ഫ്രം ഇൻവെസ്റ്റേഴ്സ്, ഫീച്ചേഴ്സ് ആൻഡ് ഡിഫക്ട്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് മറ്റൊരു ഏരിയ with its functions and services. പിന്നെ reasons for the poor performance of the primary market in India. പിന്നെ NBFC എന്താണ്, അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. പിന്നെ അതിൻ്റെ സർവീസസ് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ്, an efficient capital market is an essential prerequisite for the economic development of a country, especially in India. അതിൻ്റെ ഫീച്ചേഴ്സും ഡിഫക്ട്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. അപ്പോൾ ആദ്യം പറഞ്ഞ ടോപ്പിക്കിലോട്ട് കൂടുതൽ കിടക്കുക. എന്തായാലും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ലഭിക്കും. സോ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ദെൻ ഫൈനലി വരുന്നത് ഇത്. സോ ദാറ്റ്സ് അബൌട്ട് എസ്സേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലെത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.